ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവ തിരുനാമത്തിന് സ്തുതി. ന്യായാധിപന്മാർ 10-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. അബിമേലെക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായ വ്യക്തി ആർ? ഉത്തരം തോല. 2. തോല ഏത് ഗോത്രക്കാരനായിരുന്നു? ഉത്തരം ഇസ്ഹാക്കർ ഗോത്രം. 3. പൂവായുടെ പിതാവ് ആർ? ഉത്തരം ദോദോ. 4. തോല ഇസ്രായേലിനെ നയിച്ചത് എത്ര വർഷം? ഉത്തരം 23 വർഷം. 5. ഏത് നാട്ടിൽ ജീവിച്ചുകൊണ്ടാണ് തോല ഇസ്രായേലിനെ ന്യായപാലനം നടത്തിയത്? ഉത്തരം എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ ജീവിച്ചുകൊണ്ട്. ചോദ്യം 6. തോലയെ അടക്കിയത് എവിടെ? ഉത്തരം എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ. 7. തോലയ്ക്ക് ശേഷം ഇസ്രായേലിനെ നയിച്ചത് ആർ? ഉത്തരം ജായിർ. 8. ജായിർ ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം ഗിലെയാദുകാരൻ. 9. എത്ര വർഷം ജായിർ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ഉത്തരം 22 വർഷം. 10. ജായിറിന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? ഉത്തരം 30 പുത്രന്മാർ. 11. ജായിറിൻ്റെ പുത്രന്മാരുടെ അധീനതയിൽ എത്ര പട്ടണങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 30 പട്ടണങ്ങൾ. 12. ജായിറിൻ്റെ പുത്രന്മാരുടെ 30 പട്ടണങ്ങൾ ഇന്നും ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഹാവോത്ത് ജായിർ. 13. ജായിറിനെ അടക്കിയത് എവിടെ? ഉത്തരം കാമോനിൽ. 14. ന്യായാധിപന്മാർ 10-ാം അധ്യായം 6-ാം വാക്യപ്രകാരം എന്ത് തിന്മയാണ് ചെയ്തത്? ഉത്തരം ബാൽദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും സിറിയ, സീദോൻ, മോവാബ്, ആമോൻ, ഫിലിസ്ത്യർ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു. 15. കർത്താവിനെ പരിത്യജിച്ചതും അവിടത്തെ സേവിക്കാത്തതും ആർ? ഉത്തരം ഇസ്രായേൽ. 16. കർത്താവിൻ്റെ കോപം ജ്വലിച്ചപ്പോൾ ന്യായാധിപന്മാർ 10-ാം അധ്യായം പ്രകാരം കർത്താവ് അവരെ ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തു? ഉത്തരം ഫിലിസ്ത്യർക്കും അമ്മോന്യർക്കും. 17. ഇസ്രായേലിനെ എത്ര വർഷമാണ് അവരെ പീഡിപ്പിച്ചത്? ഉത്തരം 18 വർഷം. 18. അമ്മോന്യർ ജോർദാൻ കടന്ന് ഏതെല്ലാം ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വന്നു? ഉത്തരം യൂദ, ബെഞ്ചമിൻ, എഫ്രായിം എന്നീ ഗോത്രങ്ങളോട്. ചോദ്യം 19. കർത്താവിനെതിരെ പാപം ചെയ്തത് ആരെ സേവിച്ചുകൊണ്ടാണ്? ഉത്തരം ബാലിനെ സേവിച്ചുകൊണ്ടാണ്. 20. ന്യായാധിപന്മാർ 10-ാം അധ്യായം 11-ാം വാക്യപ്രകാരം ആരിൽ നിന്നെല്ലാം ഇസ്രായേലിനെ രക്ഷിച്ചുവെന്നാണ് പറയുന്നത്? ഉത്തരം ഈജിപ്തുകാർ, അമോര്യർ, അമ്മോന്യർ, ഫിലിസ്തർ എന്നിവരിൽ നിന്ന്. 21. ആരെല്ലാമാണ് ഇസ്രായേലിനെ പീഡിപ്പിച്ചത്? ഉത്തരം സീദോന്യരും അമലേക്യരും മാവോന്യരും. 22. എന്തുകൊണ്ടാണ് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നത്? ഉത്തരം അവർ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചതുകൊണ്ട്. ചോദ്യം 23. ഗിലെയാദിൽ താവളമടിച്ചത് ആർ? ഉത്തരം അമ്മോന്യർ. 24. പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ എന്നത് ആരോട് പറഞ്ഞു? ഉത്തരം കർത്താവ് ഇസ്രായേൽ ജനത്തോട്. 25. ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് എവിടെയാണ് താവളമടിച്ചത്? ഉത്തരം ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് മിസ്പായിൽ താവളമടിച്ചു. ചോദ്യം 26. ഗിലെയാദ് നിവാസികൾക്ക് അധിപൻ ആരാകുമെന്നാണ് ന്യായാധിപന്മാർ 10-ാം അധ്യായം 18-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും എന്ന്. എല്ലാവർക്കും നന്ദി.